ഛത്തീസ്ഗഡിലെത്തിയ UDF എംപിമാർക്ക് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ കാണാൻ അനുമതിയില്ല. അങ്കമാലി MLA റോജി എം ജോണും സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരനും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും എംപിമാർ പറയുന്നു. ഇപ്പോൾ അവിടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. മതപരിവർത്തനവും മനുഷ്യക്കടത്തുമടക്കം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദം, അതും BJP സർക്കാർ ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. ആ സംഭവത്തെ എതിർത്തുകൊണ്ട് നിലവിൽ BJP സംസ്ഥാന ഘടകം, കേരള ഘടകവും അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. അങ്ങനെ ഒരു വലിയൊരു രാഷ്ട്രീയ പോർമുഖം കൂടി തുറക്കുന്ന ഘട്ടത്തിലാണ് UDFന്റെ പ്രതിനിധി സംഘം, അതിൽ എംപിമാരാണ് ആ പ്രതിനിധി സംഘത്തിൽ പ്രധാനമായുമുള്ള 3 പേർ, അവരെ പോലും കന്യാസ്ത്രീകളെ കാണാൻ അനുവദിക്കാത്ത തരത്തിൽ വിവേചനം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചുമായി ബന്ധപ്പെട്ട് എംപിമാരടക്കം പ്രതിഷേധിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അജീഷ് ശിവകുമാർ ചെയ്യുന്നു. അജീഷ്, എംപിമാരാണ്, പ്രിവിലേജ്ഡ് ആണ്, പക്ഷെ അവർക്ക് പോലും അനുമതിയില്ല. എന്താണ് വിശദാംശം? അനുമതി നിഷേധത്തിന് കാരണം എന്താണ്? അനുമതി ഉണ്ടാകുമെന്ന് പറഞ്ഞാണല്ലോ അവർ അവിടെ എത്തിയത്. വിവരങ്ങൾ. സുഹൈലി, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, നാടകീയമായ സംഭവങ്ങളാണ് ദുർഗ് സെൻട്രൽ ജയിലിന് മുന്നിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. 4 എംപിമാർ, അതായത് UDFന്റെ AICCയുടെ 4 എംപിമാർ, സപ്തഗിരി, NK പ്രേമചന്ദ്രൻ, ബെന്നി ബെഹനാൻ, ഒപ്പം ഫ്രാൻസിസ് ജോർജ്, ഈ എംപിമാരും റോജി എം ജോൺ MLA അടക്കമുള്ളവരായിരുന്നു ഈ കന്യാസ്ത്രീകളെ ജയിലിലെത്തി സന്ദർശിക്കാൻ നേരത്തെ അനുവാദം ചോദിച്ചിരുന്നത്. ഈ അനുവാദം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 12:30ക്കും 12:45നും ഇടയിൽ കയറി കാണാൻ അനുവാദമുണ്ടായിരുന്നു. അത് ഇവിടുത്തെ MLA കൂടിയായ, അതായത് ഛത്തീസ്ഗഡിലെ ഈ മണ്ഡലം ഉൾപ്പെടുന്ന MLA ആയിരുന്ന അരുൺ വോറ വഴിയാണ് അവർ ഈ നീക്കം നടത്തിയത്. അങ്ങനെ അനുവാദം കിട്ടുകയും ചെയ്തു. അങ്ങനെ അവർ കാണാനായിട്ട് ഇവിടെ എത്തിയതാണ്. ഇവർ കണ്ടതിന് ശേഷം നമ്മളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ 12:30 ഈ സമയത്തോട് ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് ഈ അനുമതി നിഷേധിച്ച വിവരം പറയുന്നത്. അതിനുശേഷം ഈ ഇവർ റോജി എം ജോൺ നേരിട്ട് ജയിൽ സൂപ്രണ്ടിനെ നേരിട്ട് കാണാൻ പോവുകയും ചെയ്തു. പക്ഷേ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് തങ്ങൾക്ക് മുകളിൽ നിന്ന് പ്രഷറുണ്ട്, സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ അനുവാദം തരില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ പ്രതിനിധി സംഘം ഇപ്പോൾ അകത്തേക്ക് കടന്നിട്ടുണ്ട്. പ്രതിനിധി സംഘം അനുവാദം കിട്ടിയോ എന്ന് വ്യക്തമല്ല. നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഒരുപക്ഷെ വീണ്ടും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അനുമതി കിട്ടി എന്ന് നമുക്ക് സംശയിക്കാം. അനുമതി കിട്ടിയിട്ടാണോ പോകുന്നത്? ഇപ്പൊ അവര് പറയുന്നു 2:30 പറയുന്നു, നമ്മൾ ശ്രമിക്കുന്നു. ഇത് ഞങ്ങൾ കുറെ നേരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം 12:30 പറഞ്ഞു, പിന്നെ 1:30 പറഞ്ഞു, ഇപ്പൊ 2:30 പറയുന്നു. ഒരു അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരാളെ കാണുന്നതിനകത്ത് എന്താണ് ഇത്ര തടസ്സം? അത് MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാണാൻ എന്താണ് ഇത്ര പ്രശ്നം? നമുക്കിത് ഏത് നാട്ടിലാണ് ഇത്തരത്തില് ഒരു നിയമവ്യവസ്ഥ ഉള്ളത്? നമ്മളൊക്കെ എത്ര ജയിലുകളിൽ പോകുന്നു, ജയിലുകളിൽ പോയിട്ട് അവിടെ കഴിയുന്ന ആളുകളെ കാണാനായിട്ടുള്ള അനുവാദമില്ല ഇവിടെ, അതിനുള്ള അവകാശമില്ല ഈ രാജ്യത്ത്. നേരത്തെ ഈ അനൂപ് ആന്റണി നേരത്തെ ഒറ്റയ്ക്കാണ് ഒന്ന് കണ്ടിട്ട് പോയത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കം കണ്ടു. അതിനുശേഷമാണ് ഈ ജയിൽ എത്തി കന്യാസ്ത്രീകളെ കണ്ടത്. ഈ കണ്ടതിന് ശേഷമാണ് നിങ്ങളുടെ കൂടിക്കാഴ്ച നിഷേധിക്കുന്നത് പോലും. ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തില് ഇവരെ ജയിലിലടച്ചത് BJP സർക്കാർ, ഇവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് BJP സർക്കാർ, ഇപ്പൊ ഇവരെ എല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് BJP സർക്കാർ. എന്നിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങളാണ് എന്നും പറഞ്ഞ് കേരളത്തിൽ നിന്ന് കുറച്ച് BJPയുടെ ആളുകൾ വന്ന് അവരിവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്. അവരവരുടെ രാഷ്ട്രീയം കളിക്കട്ടെ. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം, കേരളത്തിലെ ജനങ്ങളും വ്യക്തമായിട്ട് അത് മനസ്സിലാക്കും. 2:30 കാണാൻ അനുവാദം ശ്രമിക്കുന്നു. സൂപ്രണ്ടാണ്. ഇതിനു മുമ്പ് 2 തവണ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ പറഞ്ഞതാണ്, എന്നിട്ട് അനുവദിച്ചില്ല. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാണ്, നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പൊ 2ാമത് വന്നാണ്. അപ്പോൾ ഇപ്പൊ 2:30 വീണ്ടും കാണാമെന്നുള്ളൊരു വാക്കാലുള്ള ഒരു അനുവാദം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിനിധി സംഘം അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീയുടെ ഒരു സഹോദരനും ഒപ്പം ഉണ്ട്, ഇവർക്കൊപ്പമുണ്ട്. എന്തായാലും അനുവാദം കിട്ടുമോ, അകത്ത് കയറി കാണാൻ അനുവാദം കിട്ടുമോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. കാരണം നേരത്തെ തന്നെ 12:30ക്കും 12:45നും അവർക്ക് ഇത്തരത്തിൽ ഒരു അനുമതി ഉണ്ടായിരുന്നു കയറി കാണാൻ. പക്ഷേ ഈ സമയം എത്തുന്നതിന് തൊട്ട് മുൻപ് ആ അനുമതി നിഷേധിക്കുകയായിരുന്നു. അതിന് തൊട്ട് മുൻപ് ഈ അനൂപ് ആന്റണി, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇതിനകത്തെത്തി കന്യാസ്ത്രീകളെ കാണുകയും ചെയ്തിരുന്നു. കൂടുതൽ വിശദാംശങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്താണ് ഈ കന്യാസ്ത്രീകൾ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് നടന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഒരു മറുപടി പറയാതെയാണ് പോയത്. ഏത് തരത്തിലുള്ള
ഏത് തരത്തിലുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ എന്താണ് അന്ന് നടന്നത്? പോലീസ് മോശമായി പെരുമാറിയോ? ബജ്രംഗൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അനൂപ് ആന്റണി വ്യക്തമായിട്ടൊന്നും പറയുകയില്ല. അതിനുശേഷമാണ് ഈ എംപിമാരുടെ സംഘത്തെ അകത്ത് കയറാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ വീണ്ടും രണ്ടാമത് ഈ ഗേറ്റിന് മുന്നിൽ, ജയിലിന്റെ കവാടത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചതിന് ശേഷം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെത്തി ഈ എംപിമാരെ അകത്തേക്ക് കയറ്റിവിട്ടത്. ഇപ്പോൾ വീണ്ടും ജയിൽ സൂപ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ട്. 2:30 എന്ന് പറയുന്ന ഒരു സമയമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കാണാൻ അനുവാദം കിട്ടുമോ എന്ന് വ്യക്തമല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെൻട്രൽ ജയിൽ, ദുർഗിലെ സെൻട്രൽ ജയിലിന്റെ മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ എംപിമാരുടെ സംഘം എത്തിയിട്ടുള്ളത്. 4 എംപിമാരുണ്ട്, ഒരു MLA ഉണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ ജയിലിന്റെ ഈ കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവരെ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളടക്കം വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മലയാളി പ്രതിനിധികളടക്കം ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടവരെ ഒന്ന് കാണാനായി എത്തിയ മലയാളി എംപിമാരും അതേപോലെ തന്നെ ACCയുടെ സംഘം UDF എംപിമാരുടെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ വീണ്ടും എംപിമാർ ഈ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ കാര്യാലയമാണെന്ന് തോന്നുന്നു. അത് അകത്തേക്ക് എംപിമാർ പോയിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. കാണാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ അവസാനമായി പ്രതീക്ഷ പറയുന്നത്. പക്ഷേ ഇങ്ങനെ അവസാനമായി പെട്ടെന്ന് ഈ അനുമതി നിഷേധിച്ചത് അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് എംപിമാർ ആവർത്തിച്ച് പറയുന്നത്. കടുത്ത വിവേചനമാണ് ഉണ്ടായത്. BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത വിവേചനം. BJPയുടെ ഒരു പ്രാദേശിക നേതാവ്, ഒരു സംസ്ഥാന നേതാവ്, ഒരു MPയോ MLA പോലും അല്ലാത്ത ഒരാൾ ഇവിടെ എത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നു. അതിനുശേഷം ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കാണുന്നു. അതിന് ഒരു തടസ്സവും ഉണ്ടാവുന്നില്ല. പക്ഷേ പാർലമെന്റിലെ അംഗങ്ങൾ ഇവിടെ എത്തി കന്യാസ്ത്രീകളെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ അനുമതി നൽകി. പിന്നീട് അത് നിഷേധിക്കുകയും എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണെന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ജയിലിന്റെ കവാടത്തിന് മുന്നിൽ MLAമാർ ഈ പ്രതിനിധി സംഘം നിൽക്കുന്നുണ്ട്. ഈ പോലീസ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വടം കെട്ടി തിരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഇതിന്റെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. എന്തായാലും നാടകീയമായ സംഭവമാണ് സുഹേൽ ഇപ്പോൾ ഈ ദുർഗ് സെൻട്രൽ ജയിലിന് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിക്ക് ജയിലിൽ ചെന്ന് അവിടെയുള്ള കന്യാസ്ത്രീകളെ കാണാമെങ്കിൽ പ്രിവിലേജ്ഡായ പ്രത്യേകിച്ച് ജനപ്രതിനിധികളായ MPമാർക്ക് MLAക്ക് അവിടെ എന്തുകൊണ്ട് കന്യാസ്ത്രീകളെ അവിടെയുള്ളവരെ കാണാനാകുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ചുമ്മാതെ അങ്ങ് കയറി വന്നതല്ല, കൃത്യമായ അനുമതി തേടിയതാണ്. 12:30 സമയം അവർക്ക് അനുവദിച്ചു കൊടുത്തതുമാണ്. പക്ഷേ അവർ അവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്നൊരു രാഷ്ട്രീയ അനുമതി നിഷേധിക്കുന്നതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന ആരോപണം കൂടി കടുക്കുകയാണ്. ഇപ്പോൾ 2:30 ഇവരെ കന്യാസ്ത്രീകളെ കാണാൻ അനുവദിക്കും എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതിലൊരു ഉറപ്പില്ല, സ്ഥിരീകരണമില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന നേതാവിന്, BJP നേതാവിന് അവിടെ ജയിൽ സന്ദർശിക്കാനാകുന്നുണ്ടെങ്കിൽ MPമാർക്ക് എന്തുകൊണ്ട് ആയിക്കൂടെ എന്ന ചോദ്യം കൂടി ബാക്കിയാക്കുകയാണ്.